ലൈസൻസിൻ്റെയും RC ബുക്കിൻ്റെയും പേരിൽ വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ പ്രതിനിധി അല്ലമീൻ കണ്ടെത്തിയിരിക്കുന്നത്. അല്ലമീൻ നടത്തിയ ഒരു അന്വേഷണത്തിൽ കണ്ടെത്തിയ ചില കാര്യങ്ങളുണ്ട്. ആ കണ്ടെത്തലിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്, വലിയ തട്ടിപ്പിൻ്റെ ഒരു കഥയിലേക്ക്. അല്ലമീൻ്റെ ഒരു സ്റ്റോറിയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഈ സാധാരണ രീതിയിൽ 15 രൂപ മാത്രമാകുന്ന ഈ RC ബുക്കിനും ഈ ഡ്രൈവിംഗ് ലൈസൻസിനുമൊക്കെ 200 രൂപ ആണ് സർക്കാർ ഈടാക്കുന്നത്. അതിലൊരു വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നാണ് അല്ലമീൻ റിപ്പോർട്ട് ചെയ്യുന്നത്. നാട്ടുകാർക്ക് നമ്മളെക്കുറിച്ച് നല്ല താല്പര്യമൊക്കെയാണ്, പക്ഷേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന തട്ടിപ്പുകളെ കുറിച്ച് നമുക്കല്ലേ അറിയത്തുള്ളൂ. അല്ലമീൻ ചെയ്ത ആ വളരെ പ്രധാനപ്പെട്ട വാർത്ത നമുക്കൊന്ന് കണ്ടുവരാം. ഡ്രൈവിംഗ് ലൈസൻസിൻ്റെയും RC ബുക്കിൻ്റെയും പേരിൽ നടക്കുന്ന തട്ടിപ്പിൻ്റെ കഥയിലേക്ക്. രൂപ ഫീസ് ഈടാക്കി സ്മാർട്ട് ലൈസൻസ് എന്ന പേരിൽ മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന ലൈസൻസ് ആണിത്. യഥാർത്ഥത്തിൽ ഈ വിധത്തിലൊരു ലൈസൻസിന് 200 രൂപ ചിലവ് വരുമോ? ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. നിലവിൽ സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന ലൈസൻസിന്റെ അതേ ക്വാളിറ്റിയിൽ അതേ നിലവാരത്തിൽ കാർഡുകൾ പ്രിന്റ് ചെയ്യുന്നതിന് കൊച്ചിയിലെ 2 സ്ഥാപനങ്ങളിൽ നിന്ന് ഞങ്ങൾ സ്വീകരിച്ച കൊട്ടേഷനാണിത്. ഒരു സ്ഥാപനം കോട്ട് ചെയ്തിരിക്കുന്നത് 11 രൂപ 50 പൈസ, മറ്റൊരു സ്ഥാപനം 20 രൂപ. ഈ നിരക്കിൽ ലഭിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസിനും വാഹനങ്ങളുടെ RC ബുക്കിനുമാണ് സംസ്ഥാനത്ത് 200 രൂപ ഈടാക്കുന്നത്. 45 രൂപ തപാൽ ചാർജ് വേറെയും. സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം അനുസരിച്ച് പ്രതിദിനം സംസ്ഥാനത്ത് 14,000 ലൈസൻസുകളാണ് അച്ചടിക്കുന്നത്. ലൈസൻസ് ഒന്നിന് 200 രൂപ എന്ന കണക്കിൽ പ്രതിദിനം 28 ലക്ഷം രൂപ. 200 രൂപയിൽ 60 രൂപ സർക്കാർ നൽകുന്നത് സ്വകാര്യ കമ്പനിക്ക്. അതായത് ലൈസൻസിന്റെ അച്ചടി കരാറിലൂടെ 8,40,000 രൂപ പ്രതിദിനം സ്വകാര്യ കമ്പനിക്കും ലഭിക്കുന്നു. പുറത്തെ പ്രിന്റിംഗ് സ്ഥാപനങ്ങളിൽ പരമാവധി 15 രൂപ നിരക്കിലാണെങ്കിൽ പോലും വെറും 2,10,000 രൂപയ്ക്ക് അച്ചടി പൂർത്തിയാക്കാം എന്നിരിക്കെയാണത്. സ്വന്തമായി പ്രിന്റിംഗ് മെഷീൻ ഉപയോഗിച്ച് അതത് RT ഓഫീസുകളിൽ തന്നെ നിർമ്മിച്ചു നൽകാവുന്നതേയുള്ളൂ ഇപ്പോൾ വിതരണം ചെയ്യുന്ന ഡ്രൈവിംഗ് ലൈസൻസും RC ബുക്കുമെന്ന് ചുരുക്കം. കുറഞ്ഞ ചിലവിൽ അത് സാധ്യമാകുമെന്നിരിക്കെയാണ് സ്വകാര്യ കമ്പനിയെ കൂട്ടുപിടിച്ച് സർക്കാർ പിടിച്ചുപറി നടത്തുന്നത്. കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ് 200 രൂപ ഈടാക്കുന്നത് എന്നാണ് സർക്കാർ പറയുന്നത്. അങ്ങനെ 200 രൂപ ഈടാക്കണമെങ്കിൽ കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങളിലെ ചില മാനദണ്ഡങ്ങൾ കൂടി പാലിക്കേണ്ടതുണ്ട്. ഡാറ്റ സ്റ്റോർ ചെയ്ത ചിപ്പോ ATMകളിലെ പോലെ റിബണോ ഘടിപ്പിച്ച കാർഡുകളായിരിക്കണം നൽകേണ്ടത്. ഡാറ്റ റീഡർ വഴി ഉപഭോക്താവിന്റെ വിവരങ്ങൾ ലഭ്യമാവുകയും വേണം. എന്നാൽ ചിപ്പോ റിബണോ ഡാറ്റയോ ഒന്നുമില്ലാത്ത വെറും PVC കാർഡിലാണ് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസും RC ബുക്കും വിതരണം ചെയ്യുന്നത്, അതും കൊള്ള നിരക്കിൽ. റിപ്പോർട്ടർ അൽ അമീൻ തോട്ടുമുക്ക്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. അല്ലമീൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അല്ലമീൻ, തട്ടിപ്പിന് എന്ത് കിട്ടിയാലും മതി എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. ഇപ്പോൾ ഇതാ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെയും RC ബുക്ക് പുതുക്കുന്നതിൻ്റെയും ഒക്കെ പേരിലുള്ള തട്ടിപ്പാണ് ഈ അല്ലമീൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വലിയ തട്ടിപ്പ് ഇതിന് പിന്നിലുണ്ട്, വലിയ കൂടിയാലോചനകൾ ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടാവണം. നേരത്തെ അല്ലമീൻ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഒരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിന് കൊടുക്കേണ്ട കരാറ് അതിനു മുമ്പ് തന്നെ 2 സ്വകാര്യ കമ്പനികൾക്ക് ഉപകരാറായി നൽകിയ വിചിത്രമായൊരു അനുഭവം ഉണ്ടായിരുന്നു. എന്തായാലും ഇതിൽ തട്ടിപ്പുകളുടെ വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ ബോധ്യപ്പെട്ടത്? എത്രമാത്രം വലുതാണ് ഈ തട്ടിപ്പിൻ്റെ ആഴം? അരുൺകുമാർ, ഇപ്പോൾ ഞാനോ അരുൺകുമാറോ മറ്റൊരാളോ ലൈസൻസിനും RC ബുക്കിനും അപേക്ഷിക്കുമ്പോൾ നമ്മൾ നൽകേണ്ടത് അതിന് ഫീസായിട്ട് 200 രൂപയും തപാൽ ചാർജായിട്ട് 45 രൂപയും സർവീസ് ചാർജായിട്ട് 600 രൂപയും, അങ്ങനെ ഒരു 305 രൂപ ഒരാൾ നൽകണം. ഇത് നോക്കുമ്പോൾ നിസ്സാരമായ തുകയാണ്, 305 രൂപയല്ലേ ഉള്ളൂ എന്ന് നിസ്സാരമായി നമുക്ക് തോന്നും. പക്ഷേ 200 രൂപ ഫീസ് ഈടാക്കാൻ കേന്ദ്ര മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ അത് നിർദ്ദേശിച്ചത് അത്യാധുനിക സംവിധാനങ്ങളുള്ള ലൈസൻസും RC ബുക്കും വിതരണം ചെയ്യുന്നതിനാണ് 200 രൂപ ഫീസ് ഈടാക്കാൻ പറയുന്നത്. അതായത് അതിൽ ചിപ്പ് ഘടിപ്പിച്ചിരിക്കണം, ആ ചിപ്പിൽ ഉപഭോക്താവിന്റെ എല്ലാ വിവരങ്ങളും അടങ്ങിയിരിക്കണം. ചിപ്പില്ലാത്ത കാർഡാണെങ്കിൽ ICC, PICC എന്ന് പറയുന്ന 2 മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. അതായത് ഒന്നുകിൽ കോൺടാക്ട് സ്മാർട്ട് കാർഡ് ആയിരിക്കണം, അല്ലെങ്കിൽ കോൺടാക്ട്ലെസ് സ്മാർട്ട് കാർഡ് ആയിരിക്കണം. നമ്മൾ ATM മെഷീനിലും മറ്റു റീഡറിലും ഇടുമ്പോൾ ഡാറ്റ ലഭിക്കുന്നത് പോലെ, അതല്ലെങ്കിൽ ഇപ്പോൾ ഇറങ്ങുന്ന ATM ഒക്കെ ആണെങ്കിൽ വൈഫൈ കണക്ഷൻ പോലെ നമ്മൾ നിയർ ബൈ ഡിവൈസിനടുത്തൊക്കെ വെക്കുമ്പോൾ ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ വിധത്തിൽ ഡാറ്റ സ്റ്റോർ ചെയ്ത ലൈസൻസോ RC ബുക്കോ ആയിരിക്കണം ഉപഭോക്താക്കൾക്ക് നൽകേണ്ടത്. അതിനാണ് 200 രൂപ ഫീസായി കേന്ദ്രം നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ സംസ്ഥാനത്ത് 200 രൂപ ഈ ഫീസ് വാങ്ങുന്നുണ്ട്. പക്ഷെ വെറും PVC കാർഡിലാണ് ഈ കാർഡുകൾ, ഈ ലൈസൻസും RC ബുക്കും
ബുക്കും അച്ചടിച്ച് നൽകുന്നത്. എന്ന് മാത്രമല്ല 6 മാസം കഴിഞ്ഞ് ചില RC ബുക്കുകൾ സംബന്ധിച്ച് ലൈസൻസുകൾ സംബന്ധിച്ച് ഇപ്പോൾ തന്നെ മോട്ടോർ വാഹന വകുപ്പിൽ പരാതി പ്രവാഹമാണ്. അതായത് അതിലെ മഷി മാഞ്ഞു പോകുന്നു, പ്രിന്റിംഗ് ഇല്ല, പേരും മറ്റു നമ്പറും ഒക്കെ മാഞ്ഞു പോകുന്നു. അങ്ങനെ അതിനെതിരെ പരാതികൾ വ്യാപകമാവുകയും ചെയ്യുന്നുണ്ട്. ഇത് മോട്ടോർ വാഹന വകുപ്പിലെ തന്നെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് സംസ്ഥാനത്ത് 86 RTO ഓഫീസുകളുണ്ട്. ഒരു ഈ പ്രിന്റിംഗ് മെഷീൻ വാങ്ങുന്നതിന് 40,000-45,000 രൂപയാണ് ഒരു പ്രിന്റിംഗ് മെഷീന്റെ വില. പരമാവധി പോയാൽ 50,000 രൂപ. അങ്ങനെ സ്വന്തമായി മോട്ടോർ വാഹന വകുപ്പ് ഓരോ ഓഫീസിലും 50,000 രൂപ പരമാവധി നൽകി ഒരു പ്രിന്റിംഗ് മെഷീൻ വാങ്ങിച്ചാൽ 10 രൂപയ്ക്കകത്ത് മാത്രമേ ചിലവ് വരൂ നിലവിൽ നിർമ്മിക്കുന്ന ലൈസൻസിനും RC ബുക്കിനും. എന്നിരിക്കെയാണ് 200 രൂപ ഫീസ് ഈടാക്കിയിട്ട് ഇത്തരമൊരു പിടിച്ചുപറി സർക്കാർ നടത്തുന്നത്. എന്ന് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതുപോലെ ബാംഗ്ലൂർ ആസ്ഥാനമായ ITA എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിനാണ് ഇതുമായി ബന്ധപ്പെട്ട കരാർ നൽകിയിരിക്കുന്നത്. പക്ഷേ അതിന് മുൻപ് തന്നെ കോഴിക്കോടും കൊച്ചിയും ആസ്ഥാനമായുള്ള മറ്റ് 2 സ്വകാര്യ കമ്പനികളിൽ ഇതിന്റെ പ്രിന്റിംഗ് ആരംഭിച്ചു. ഈ കമ്പനികൾക്കാണ് ഈ പിരിച്ചെടുക്കുന്ന 200 രൂപയിൽ ഒരു കാർഡ് ഒന്നിന് 60 രൂപ പോകുന്നത് ഈ പറയുന്ന സ്വകാര്യ കമ്പനിക്കാണ്.